ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇത് സൺറൂപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റാണ്. പക്ഷേ ഇതിന് പറ്റിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കണ്ടോ ഈ ഇലപ്പേൻ വന്നിട്ട്, ഇതിപ്പോൾ കണ്ടോ ഈ ഇലപ്പേൻ വന്ന് ഈ ഭാഗത്ത് മുഴുവൻ ഇലപ്പേനായിരിക്കുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി അറിയാം. ഫുള്ള് കണ്ടോ, ഇതൊക്കെ ഇലപ്പേനാണ്ടാ. ഇതെല്ലാം ഇലപ്പേനാവുന്നത്. ഈ പ്ലാന്റ് നശിക്കാൻ ഇനി പ്രത്യേകിച്ചും കാരണങ്ങളൊന്നും വേണ്ട, ഈ ഇലപ്പേൻ കയറി പറ്റിയാൽ മതി. പക്ഷെ എൻ്റെ തണ്ടയിലേക്ക് നോക്കിക്കേ, കണ്ടോ എത്രത്തോളം നോക്ക്. ആകെ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട്. ഇലപ്പേൻ വന്ന് അതിൻ്റെ സത്ത് മുഴുവൻ ഊറ്റി കുടിച്ചിട്ട് അതെല്ലാം ചത്ത് ഇരിക്കുന്ന പോലെ, അതിൻ്റെ ഡെഡ് ബോഡി ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ കണ്ടോ, അടുത്ത് നിൽക്കുന്ന പ്ലാന്റും ഈ പ്ലാന്റും നശിക്കാൻ ഇനി അധികം കാലമൊന്നും വേണ്ട. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ഒരു തൈ വേര് പിടിപ്പിച്ചെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു റൗണ്ടായിട്ടൊരു, ഞാനൊരു വെറുതെ സിമ്പിളായിട്ട്, നമുക്ക് വലിയ കാശ് മുടക്കില്ലാത്ത ഇത് ചെയ്യാവുന്ന രീതിയിലായതുകൊണ്ടാണ് ഒരു സിമ്പിളായിട്ടൊരു ഷിമ്മി കവർ ഇതിങ്ങനെ അതിൻ്റെ ഒരു കോർണർ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗം ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് ഷേപ്പ് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ കീഴ്ഭാഗത്ത് എത്തത്തക്ക രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു സ്റ്റാപ്ലർ പിൻ അടിച്ചു വയ്ക്കുകയാണ്. കണ്ടോ, ഒരു ചെറിയൊരു, അത് പിടിച്ചില്ല, ഒന്നുകൂടെ നോക്കാം. കണ്ടോ, എപ്പോഴും പിടിച്ചിട്ടില്ല, നോക്കട്ടെ. ഇത് കാണാൻ മേല, അതുകൊണ്ടാണത്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് ഇങ്ങനെ ചകിരി ചോറ് നമ്മൾ വയ്ക്കുക. ഈ ചകിരിച്ചോറ് നമ്മൾ വെക്കുമ്പോൾ ഇതിനകത്ത് ഈ ഇലപ്പേൻ വന്നതുകൊണ്ട് ഞാൻ കുറച്ച് അട്മയർ ഇതിനകത്ത് അടിച്ചു വയ്ക്കുന്നുണ്ട്. അത് ആ ചകിരിച്ചോറിനകത്തും കുറച്ച് വന്നിട്ടുണ്ട്. ആ ചകിരിച്ചോറിലേക്ക് ഞാൻ കുറച്ച് അട്മയർ വെച്ച് അടിച്ചിട്ടാണ് അതൊന്ന് നനച്ചെടുക്കുന്നത് കേട്ടോ. അതൊന്ന് അട്മയറും കൂടെയും വെച്ച് ഒന്ന് കുതിർത്തെടുത്തിട്ട്, അട്മയറിൻ്റെ വെച്ചിട്ടാണ് ഇതെൻ്റെ ഓരോ വിശ്വാസങ്ങളാട്ടോ, ഇതെൻ്റെ പരീക്ഷണങ്ങളാണ്. ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഇലപ്പേൻ, ഈ തണ്ട് ഫുള്ള് ഇലപ്പേൻ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഇലപ്പേൻ്റെ അട്മയർ അടിച്ച് ചകിരിച്ചോറാണ് ഈ വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു എന്നിട്ട് അതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ ഈ മുളയും കൂടി നമുക്ക് വേര് പിടിപ്പിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അതിനെയും കൂടി ഒഴിവാക്കിക്കൊണ്ട് ഇതിങ്ങനെ ഒരു കവറിട്ട് നമ്മൾ പൊതിഞ്ഞ് ഇങ്ങനെ കെട്ടുവാണ്. അപ്പോൾ ഈ കവറും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇങ്ങനെ വെച്ച് ഞാനിതിനെ നല്ല പോലെ ഒന്ന് കെട്ടി വയ്ക്കുകയാണ്. നല്ലപോലെ കെട്ടി വയ്ക്കും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഒരു കോട്ടൺ ത്രെഡ് എടുത്തിട്ട് അതിനെ നമ്മളിങ്ങനെ കെട്ടിയിട്ട് വയ്ക്കുക. അല്ല, ഒരു കോട്ടൺ ചരടിട്ട് ഞാനതിനെ നല്ലപോലെ കെട്ടി, ഈ ചകിരിച്ചോറൊക്കെ എല്ലായിടത്തും ഉണ്ടോയെന്നൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ മാർച്ച് 11-ാം തീയതിയാണ്. നമ്മൾ എത്ര ദിവസവും കൊണ്ട് ഇതിനകത്ത് വേര് പിടിച്ച് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഞാൻ പലവട്ടം പരീക്ഷിച്ചതാണ്. ഇലപ്പേൻ വന്ന് നശിച്ചു പോയ സ്റ്റെമ്മിൽ നിന്ന് ഞാൻ വേര് പിടിപ്പിച്ചെടുക്കുന്ന ഒരവസ്ഥ നോക്കിയതാണ്. ഇത് സാധാരണഗതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നശിച്ചു പോകാറുള്ളത് എല്ലാവർക്കും അറിയാം. ഇലപ്പേൻ അത്രയ്ക്ക് മാരകമായൊരു സംഭവമാണ്. അത് വന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ കാലാവധി കഴിഞ്ഞു. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ വേര് പിടിപ്പിച്ച് ഇതിൻ്റെ നല്ലൊരു പ്ലാന്റിനെ എടുക്കുവാണ്. അതുകൊണ്ട് ഇനി നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ട് വയ്ക്കുമെന്ന് നോക്കാം. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇലപ്പേൻ വന്നിട്ട് ഇതിൻ്റെ സ്റ്റെമ്പ് മുഴുവനും ഇലപ്പേൻ വന്ന് ആകെ ഡാമേജായൊരു തണ്ടയിൽ നമ്മൾ ചെയ്തു വച്ചേക്കണ രീതിയാണിത്. ഇതിനകത്ത് എത്രത്തോളം വേര് വന്നിട്ടുണ്ട്
എന്നുള്ള വേര് വന്നിട്ട് നന്നായിട്ട് റൂട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് നിറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഇപ്പം ഞാൻ ഇനി ഇത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. റൂട്ട് വന്നിട്ടുണ്ട്, കണ്ടോ നിറയെ റൂട്ട് വന്നിട്ടുണ്ട്, കണ്ടോ നല്ല നമ്മൾ പ്ലാസ്റ്റിക് കവർ മാറ്റി കഴിഞ്ഞപ്പോൾ കണ്ടോ അതിനകത്ത് എത്രത്തോളം നിറയെ വേര് വന്നിട്ടുണ്ട്. ഇനി ഈ വേര് ഞാൻ ഇത് നശിച്ചു പോവാതെ ഒട്ടും ഡാമേജ് വരുത്താതെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ചകിരിയൊക്കെ എടുത്ത് കളഞ്ഞത് ഞാൻ ഇപ്പം ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഇപ്പം ഞാനിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണത്, വേര് പോവാത്ത രീതിയിൽ. അതിൻ്റെ വേര് ആ മണ്ണിലേക്കും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. അതിൻ്റെ വേരുകൾ പോവരുത്. വേരിൽ ഒറ്റക്കൊരു കണ്ട അവൻ്റെ മണ്ണിലേക്കും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ വേര്, കണ്ട. ഓക്കെ, നമ്മുടെ വേണ്ട ഇത്രയും വേര് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മാസമായി, ഒരു മാസം 1.5 മാസമായി അത്. കാരണം ആ സ്റ്റമ്മ് മുഴുവനും എലപ്പൻ വന്നു പോയത് സാധനമാണിത്. കണ്ടോ നിറയെ വേരായിട്ടുണ്ട്, കണ്ടോ നിറച്ച് വേര്. ഞാനൊന്ന് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇത് എവിടെ നിന്നൊക്കെയാണ് റൂട്ട് വന്നേക്കണതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നോക്ക്, ആ എലപ്പൻ വന്ന് ഫുള്ള് പോയ സ്റ്റെമ്മാണിത്. നിറയെ റൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ മദർ പ്ലാന്റ്, ഈ വലിയ സ്റ്റെമ്മ് നമുക്ക് കിട്ടും. ഇത് താഴേക്ക് നമുക്ക് വേറെയും കിട്ടും. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇതിന് നല്ല വേരുണ്ട്, ഇതിനും വേരുണ്ട്. അപ്പോൾ അത് ആ എലപ്പൻ വന്നത് ഫുള്ള് പോകേണ്ടതാണത്. ആ പോണേക്ക് മുമ്പ് ഞാനത് ഉണ്ട്, ഇതിൻ്റെ ആ സ്റ്റെമ്മയിലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അറിയാം. ഇതിനകത്തും നിറയെ വേരുണ്ട്, നിറയെ വേരോട് കൂടിയ നല്ല അടിപൊളി സാധനമാണ്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സാഫ്, നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് സാഫ് തേച്ച് വയ്ക്കുക കേട്ടോ. അത് പോവാതിരിക്കാൻ വെച്ച്, അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫംഗിസൈഡായിട്ടുള്ള സാഫ് നമ്മൾ ചേർത്ത് വെച്ചു. ഇനി അടുത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സാഫ് തേച്ച് വയ്ക്കണം. ഞാനിതിനും സാഫ് വെച്ച് ഇതൊന്ന് ഒന്ന് വലിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വെള്ള തണ്ടിലേക്ക് ഒന്ന് വലിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് നമ്മളിത് എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കണം. പോട്ടി മിക്സിന് നമ്മൾ റെഡിയാക്കാനായിട്ട് വെച്ചേക്കുന്നത് മണൽ. ഇത് ഞങ്ങൾക്കിവിടെ മണൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കുറച്ച് മണ്ണ് കെട്ടി തെളിഞ്ഞു. അത് ഞാൻ വാരി കൊണ്ടുവന്ന് ചട്ടിയിലാക്കി നിറച്ച് വെച്ചേക്കണതാണത്. ഇങ്ങനെ കുറച്ച് ചട്ടിയിൽ ഞാനിങ്ങനെ സമയം പോലെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു നേരം പോക്കും ആകും, നമുക്കൊന്ന് റോട്ടിൽ ചെറുതെ ഒന്നൊരു വാക്കിങ്ങും ആകും. അപ്പോൾ കുറച്ച് മണൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മി, ഇത് ഞാൻ ആമസോൺ വഴി മേടിച്ചതാണത്. പിന്നെ എന്താ ചാണകപ്പൊടി, കുറച്ച് സാഫ്, പിന്നെ പെർലറ്റ്, പിന്നെ കുറച്ച് മുട്ടത്തൊണ്ട് പൊടിച്ചത് ഉണ്ട്.
ഇത്ര സാധനമാണ് ഞാൻ പോട്ടി മിക്സിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത്രയും സാധനം ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കണയാണത്. ഇനി അത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ അധികം മണ്ണ് അധികം ഞാൻ ഉപയോഗിക്കാറില്ല. ഇതുപോലെ തന്നെ കിട്ടുന്ന മണലും ഉമ്മിയും കൂടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലപോലെ വെള്ളം ശരിക്കും വാർന്ന് പൊക്കോളും. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമില്ല. ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടന്ന രീതി ഒന്ന് കാണാം. ഇതിന് ചട്ടിയുടെ ഹോളൊക്കെ അടയാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ വെട്ടുകല്ല് കഷ്ണം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആദ്യം കുറച്ച് മണൽ മിക്സ് ചെയ്തത് ഇടുക. ഇട്ടിട്ടുണ്ട്. ഒരല്പം സാഫും കൂടി അതിൻ്റെ അടിയിൽ താഴെ ഇട്ടിടുക. ഇങ്ങനെ ഇടുക. 2 മുട്ടത്തൊണ്ടിൻ്റെ പൊടികൾ ഇട്ട് വെച്ചിട്ട് ഇനി നമ്മളിതായി കട്ട് ചെയ്ത് വെച്ചേർന്ന സൺറൂഫ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. അത് നമ്മൾ പതുക്കെ വെച്ചിട്ട് വെച്ച് ഇത്രയും മണ്ണിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് മുട്ടത്തൊണ്ടിൻ്റെ മുട്ടത്തൊണ്ട് പൊടിച്ചത് ഇട്ടുണ്ട്. വെറുതെ ഞാൻ കൈ കൊണ്ട് വെറുതെ ഒന്നങ്ങോട്ട് അമർത്തി ഒന്ന് ഞെക്കി പൊടിച്ചേക്കണേ കേട്ടോ. അല്ലാതെ മിക്സിയിലിട്ട് മിക്സിയിലിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തരിയായിട്ട് കിട്ടും. അത് ഉണ്ട്. അതായത് ഇത് ഉണ്ടാക്കി. ഇനി നമ്മൾ ചെയ്യണ വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കിക്കേ, ബസാക്കോട്ട. ഇതിൻ്റെ ഒരു 2, 3, 4 തരി ഇതിൻ്റെ അകത്തേക്ക് ഇടും. ഇതിങ്ങനെ എന്നിട്ടാണ് കുറച്ചുകൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും വേരൊക്കെ നന്നായിട്ട് വന്ന് തൈയൊക്കെ മുളയ്ക്കാനുള്ളൊരു ചെറിയൊരു ഇതാണ്. അപ്പോൾ അതുണ്ടാകും. അതവിടെ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണിട്ടൊന്നും ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുക. നനയണ്ട. ഒട്ടും വെയിറ്റില്ല, വളരെ വെയ്റ്റ്ലെസ്സാണ് സാധനം. ഇനി ഇതിന് പ്രത്യേകിച്ചും വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം വളം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലോ ആയിട്ട് തന്നെ കിട്ടുന്ന ആ ഒരു വളം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ബസാക്കോട്ട ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇലപ്പേൻ വന്ന് ആ തണ്ട് മുഴുവനും പോവാനിരുന്ന ആ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ നല്ല 2 തൈകളുണ്ടാക്കി. കണ്ടോ കണ്ട ബസാക്കോട്ടയൊക്കെ ഇട്ട് നമ്മൾ നല്ല സുന്ദരന്മാരാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് മനസ്സിലായതാണ്. നല്ല റൂട്ട്, നല്ല നമുക്കത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ റൂട്ട് ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം നമുക്ക് തൈകളായിട്ട് വരും. ഇതുപോലെ നമുക്ക് നല്ല റേറ്റുള്ള പ്ലാന്റുകൾ ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി തൈയൊക്കെ പിടിപ്പിച്ചതാണിത്. ഇതിൻ്റെ മദർ പ്ലാന്റ് സെയിലായി. ഇതുപോലെ തന്നെയുള്ള ഒരു ചെറിയ തൈയായിരുന്നു. അത് പോന്നിട്ടുണ്ട്. കണ്ട ബ്ലാക്ക് സുമാത്ര നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഹെർലിക്യൂൻ.
ഇതും എല്ലാവരും റയറായിട്ടുള്ള റേറ്റുള്ള പ്ലാന്റാണ് ഹെർലിക്യൂ. അതും ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതും ഹെർലിക്യൂവിൻ്റെ ഒരു തൈയാണ്. ഇതും ഇതുപോലെ അഴുക്ക് വന്നൊരു പോയ പ്ലാന്റാണ്. ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യാന കിങ് ആണത്. ഉണ്ടാവും. അതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ്. അതും ഇതുപോലെ കണ്ട തൈയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റുകൾ ഒരിക്കലും ചീത്തയായി പോവില്ല. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കളക്ഷൻ പോവില്ല. അത് നല്ല ഭംഗിയായിട്ട് വന്നോളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരുടെയും പ്ലാന്റുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് വരട്ടെ. പിന്നെ അതാണ്ട ഇത് ബ്ലാക്ക് മൂൺലൈറ്റാണിത്. ബ്ലാക്ക് മൂൺലൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അതിനകത്ത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു വെച്ചിരുന്നതാണിത്. ഇതിപ്പോൾ ഇതിനകത്തൊരു നല്ലൊരു റൂട്ട് വരുന്നുണ്ട്. എന്നൊക്കെ ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയറിയാം. ഇങ്ങനെ ഇത്രയും പ്ലാന്റുകൾ ഞാൻ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ ആ സൺറൂപ്പിൻ്റെയാണ് വീഡിയോ ഞാൻ ഇട്ടത്. ഇതൊക്കെ അതിൻ്റെ പിന്നാലെ ഓരോന്നോരോന്ന് മാറ്റി ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഒരുമിച്ച് അങ്ങനെ തൈയിടാൻ പറ്റിയില്ല. കാരണം എല്ലാം തന്നെ അഴുക്കായി പോയ സാധനങ്ങളാണ്. പിന്നെ ഇത് കാണാൻ നിങ്ങൾക്ക് ഓക്കെ. ഇതും മറ്റൊരു വഴിക്ക് നഷ്ടപ്പെട്ട ചാൻസ് ഉണ്ടായിരുന്ന തൈകളാണ്. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെഡിയാക്കി വരുന്നുണ്ട്. എല്ലാം റെഡിയായിട്ടും എല്ലാം നമുക്ക് നന്നായി കിട്ടും. അത് ഇതാ ഇന്ത്യാന കിങ്ങിൻ്റെ സ്റ്റെമ്മാണത്. ഇത് ഗ്രീൻ ബൗളിൻ്റെ സ്റ്റെമ്മാണത്. ഇത് മറ്റേതൊക്കെ തൈ ആയിട്ടുണ്ട്. എല്ലാം ഞാനിങ്ങനെ ചെയ്തു വെച്ചേക്കണെയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക്, കമൻറ്റ് എല്ലാം, അതായത് നമുക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ.